കൽപ്പാത്തിയില് ഇന്നലെ രഥം ഉരുണ്ടു തുടങ്ങിയപ്പോ അവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA, കൽപ്പാത്തിക്കാരുടെ MLA, ഈ രംഗങ്ങള് നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം രാഹുലിനെ വേട്ടയാടിയപ്പോഴ്, രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴ്, രാഹുലിനെ എതിരെയുള്ള മാധ്യമ വിചാരണകൾ ഉയർന്നപ്പോഴ്, അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വലിയ ഒരു ആശങ്കയുണ്ടായിരുന്നതാ. എന്താണ് ആശങ്ക? രാഹുൽ പാലക്കാട് തിരിച്ചെത്തി കഴിഞ്ഞാല് അവിടെ രാഹുലിനെ ജനം സ്വീകരിക്കുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. ആ ആശങ്കകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തിരിച്ചെത്തിയത്. ഇന്നലെ ഇപ്പോ കൽപ്പാത്തിയിലെ രഥം ഉരുണ്ടു തുടങ്ങിയപ്പോ, കൽപ്പാത്തിയിലെ രഥോത്സവത്തിന്റെ തുടക്കങ്ങൾ ആരംഭഘട്ടങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ, അവിടെ കൽപ്പാത്തിയിൽ രഥം ഉരുണ്ടു തുടങ്ങിയപ്പോ അവിടെ എത്തിയ രാഹുലിനെ ആ ഭക്തജനങ്ങള് സ്വീകരിക്കുന്ന ഒരു കാഴ്ച, രാഹുലിനെ ആവേശപൂർവ്വം സന്തോഷപൂർവ്വം അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ കാഴ്ച നിങ്ങളെ കാണിക്കണം എന്ന് കരുതാനുള്ള കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും രാഹുലിനെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ, അല്ലെങ്കിൽ രാഹുലിനെ ഒരു സൈഡിൽ ഒരു ഭാഗത്ത് രാഹുലിനെ വേട്ടയാടുന്നവരൊക്കെ പല രീതിയിലുള്ള ചർച്ചകൾ പടച്ചുവിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ, രാഹുൽ പാലക്കാട് തന്നെ നിയോജക മണ്ഡലത്തിൽ വലിയ സജീവമാകുന്ന കാഴ്ചകളാണ് ജനം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കൽപ്പാത്തിയിലെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ രാഹുൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും, എവിടെ പോയി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള വലിയ സ്വീകരണം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ഒരു ചർച്ച പുറത്തു വരുന്നുണ്ട്. എന്താണ് ചർച്ച? കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ പെടുന്ന ന്യൂസ് മലയാളം 24x7 എന്ന് പറയുന്ന ചാനലിൽ കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ രാഹുൽ നടത്തിയ ചില പ്രവർത്തനങ്ങൾക്ക് തൊട്ടു പിന്നാലെ പുറത്തു വന്ന ചില വാർത്തകളാണ്. എന്താണ് വാർത്തകൾ എന്ന് പറയുന്നത്, രാഹുലിനെ ഇങ്ങനെ കയറൂരി വിട്ടുകഴിഞ്ഞാൽ, രാഹുല് മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്നാണ് ചർച്ചകൾ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കോൺഗ്രസിന് തിരിച്ചടിയാവുന്നത്? രാഹുൽ സജീവമാകുന്നത് ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ആളുകൾ ഉള്ളപ്പോ, രാഹുലിനെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് അത് തിരിച്ചടിയാവുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ജനങ്ങൾ രാഹുലിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ജനം എത്തുകയാണെങ്കിൽ, രാഹുൽ മാറണം എന്നുള്ള തീരുമാനത്തിലേക്ക് ജനം എത്തുകയാണെങ്കിൽ, ഓക്കെ, അത് കോൺഗ്രസിന് തിരിച്ചടിയാവുമെന്ന് കരുതാം. അതല്ല, ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാവുന്നിടത്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാവുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില ആസൂത്രിതമായ വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ചില നീക്കങ്ങൾ ചില ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അത് രാഹുലിനെതിരെയുള്ള വേട്ടയാടലുകളാണ്. കാരണം രാഹുലിനെ തളർത്തണം, അയാൾ ഉയർത്തെഴുന്നേൽക്കരുത് എന്ന ആഗ്രഹമുള്ളവർ പല രീതിയിലും പലതിനെയും വളച്ചൊടിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ വക്രീകരിച്ച് അതിനെ രാഹുലിനെതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ പോലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ, ഇങ്ങനെ രാഹുൽ പാലക്കാട്ട് ജനസമ്മതനായി സ്വീകാര്യനായി ഇരു കൈയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക് രാഹുൽ വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ പൊതുവേദിയിലേക്ക് പൊതുജനത്തിന് മുന്നിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ അത് ഓൾറെഡി എത്തുന്നുണ്ട് കേട്ടോ പല രീതിയിൽ. കാരണം രാഹുൽ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോ അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്, അത് ചർച്ചയാവുന്നുണ്ട്. അപ്പൊ ഈ ചർച്ചകളിൽ രാഹുലിനെ കൊത്തിക്കീറാൻ ഒരു വിഭാഗം നിൽക്കുമ്പോൾ, രാഹുലിനെ പിന്തുണക്കാൻ നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യാനുള്ള കാരണം വലിയ ഒരു തരത്തിലുള്ള ഒരു മാധ്യമ വിചാരണ അല്ലെങ്കിൽ ഒരു മാധ്യമ വേട്ട, സൈബർ ആക്രമണങ്ങൾ രാഹുൽ നേരിടുന്ന സമയത്ത് രാഹുലിനെ പിന്തുണക്കാനും ആളുകളുണ്ട്. ജനം ഇതാണ് സത്യം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോ പാലക്കാട്ട് പോയി നമ്മൾ ഈ കൽപ്പാത്തിയിൽ കണ്ടത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അത് ആ ഒരു ദൃശ്യങ്ങളിൽ നിങ്ങൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് അമ്മമാര്, സഹോദരിമാര്, പാലക്കാട്ടെ ജനങ്ങള്, സാധാരണക്കാരായ മനുഷ്യര്, അവര് രാഹുലിനോട് എത്ര സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് അവർ രാഹുലുമായി പെരുമാറുന്നത്. ഇതൊക്കെ കാണുമ്പോഴ് അപ്പുറത്ത് ഇത്തരത്തിലുള്ള വക്രീകരണങ്ങളും വ്യാജങ്ങൾ പടച്ചുവിടുന്നവരുമായി മറ്റുള്ള ചില ആളുകൾ മാറുന്നുണ്ടെങ്കിൽ അതിന്
പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അത് വ്യക്തമായ കണ്ണുകടിയാണ്, അസൂയയാണ്. കാരണം ഇവർ പരിശ്രമിച്ചത്, ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായത് അതൊക്കെ രാഹുലിനെ തളർത്താൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഇത്രയധികം കഠിനാധ്വാനം നടത്തിയിട്ടും രാഹുലിന്റെ രോമത്തിൽ തൊടാൻ സാധിക്കാതെ വന്ന് നിൽക്കുമ്പോഴേ അവിടെ സ്വാഭാവികമായിട്ടും ഒരു അസ്വസ്ഥത രൂപപ്പെടും, സ്വാഭാവികമായിട്ടും അസൂയ മനസ്സുകളിൽ ഉളവാകും, അല്ലേ? അങ്ങനെയല്ലേ? ആണ്. അപ്പോ അങ്ങനെ അസ്വസ്ഥതകളുടെയും അസൂയകളുടെയും ഭാഗമായിട്ടാണ് രാഹുലിനെതിരെയുള്ള ഈ സംഘടിതാക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാലക്കാട്ടെ പിരായിരിയിലെ ഒരു പാൽ സൊസൈറ്റിയിൽ രാഹുൽ ഒന്ന് കയറി. അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ ഭരണത്തിലുള്ള പാൽ സൊസൈറ്റിയാണ്, അതുകൊണ്ട് അവിടെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉണ്ടായിരുന്നു, ഭരണസമിതി അംഗങ്ങൾ ഉണ്ടായിരുന്നു, പാൽ സൊസൈറ്റിയിലെ ജീവനക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടു, ഒന്ന് കുശലം പറഞ്ഞു. അപ്പോഴേക്കും വാർത്ത വന്നു മാധ്യമങ്ങളിലെ, ബ്രേക്കിംഗ് ന്യൂസുകൾ വന്നു. എന്താണ് ബ്രേക്കിംഗ് ന്യൂസ്? രാഹുൽ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുക്കുന്നു, സസ്പെൻഷനിലുള്ള വ്യക്തി കോൺഗ്രസ് യോഗത്തിനെത്തുന്നു, പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്ത. അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് രാവിലെ അതേ ദിവസം തന്നെ മാതൃഭൂമിയിൽ മറ്റൊരു വാർത്ത. എന്താണ്? പാലക്കാട്ടെ MLA ഓഫീസിൽ വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് യോഗം നടന്നു. ഇതാണ് രാവിലെ ആദ്യം വാർത്ത. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ പിരായിരിയിലെ ഈ പറയുന്ന പാൽ സൊസൈറ്റിയിൽ വെച്ചുകൊണ്ട് രാഹുൽ യോഗത്തിൽ പങ്കെടുത്തു. അപ്പോ എന്താണ് ലക്ഷ്യം? ലക്ഷ്യം എന്ന് പറയുന്നത് രാഹുലിനെതിരെ ഒരു അവമതിപ്പ് ഉണ്ടാക്കണം, രാഹുലിന്റെ ഈ സ്വീകാര്യത തകർക്കണം. എവിടെ തിരിഞ്ഞു നോക്കിയാലും, കൽപ്പാത്തിയിൽ പോയാലും നിങ്ങൾ കണ്ടതുപോലെ വലിയ സ്വീകരണമാണ് രാഹുലിന് ലഭിക്കുന്നത്. ആ സ്വീകാര്യതയെ തകർക്കണം, ഒരു അവമതിപ്പ് ഉണ്ടാക്കണം. അതിനപ്പുറം KPCCയുടെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം, ആ നേതൃത്വത്തെ രാഹുൽ ധിക്കരിച്ചു, ഇത്തരം പരിപാടികൾ ചെയ്തു എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സുകളിൽ ഒരു എന്താ പറയേണ്ടത്, അവമതിപ്പ് രാഹുലിനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള വ്യാജങ്ങൾ പടച്ചുവിടുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോഴേക്ക് അത് വിശ്വസിച്ച് ചാടിക്കേറി റിയാക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. അവർ കാര്യങ്ങൾ അന്വേഷിക്കും. പക്ഷേ എന്നിരുന്നാലും ഇത്തരം വാർത്തകളിൽ ചില ആളുകൾ വീണു പോകും എന്നുള്ള കാര്യത്തിൽ ഈ പടച്ചുവിടുന്ന മാപ്രകൾക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വ്യാജങ്ങൾ പടച്ചുവിടാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകവും അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ രാഹുലിനെതിരെ ഒരു അവമതിപ്പുണ്ടാക്കിയെടുക്കുക, അയാളുടെ ഈ സ്വീകാര്യത തകർക്കുക എന്നത് വളരെ വ്യക്തമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മാപ്രകൾ പ്രവർത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഈ നേതൃത്വത്തെയും രാഹുലിനെയും ഒന്ന് തമ്മിലടിപ്പിക്കണം. രാഹുലിന് എന്തെങ്കിലും അനുകൂലമായ ഒരു നീക്കത്തിലേക്ക് എന്ന് പറഞ്ഞാൽ, രാഹുൽ അനുകൂലമായ നീക്കം എന്ന് പറയാൻ രാഹുലിനെ കോൺഗ്രസിന്റെ അംഗത്വത്തിലേക്ക് തിരിച്ചെത്തിക്കണം, സസ്പെൻഷൻ പിൻവലിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കാതിരിക്കാൻ വേണ്ടി നേതൃത്വത്തിന്റെ ഇടയിലും രാഹുലിന്റെ ഇടയിലും വലിയ ഒരു ഗ്യാപ്പ് ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുക, ഇവരെ തമ്മിലടിപ്പിക്കുവാനുള്ള പദ്ധതികൾ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുക. ഇതാണ് ഇപ്പോ നമ്മുടെ നാട്ടിലെ മാപ്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ നടത്തിയ പരിശ്രമങ്ങളൊക്കെ അമ്പേ പരാജയപ്പെട്ടു പോയതാണ്. ഇവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ വലിയ ഒരു ദുഃഖം ഇവരുടെ മനസ്സിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ആ കാര്യങ്ങളിൽ ഇവർക്കൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് രാഹുലിനെതിരെ ഇത്തരത്തിൽ വ്യാജങ്ങൾ പടച്ചുവിട്ട് ഒരു അവമതിപ്പ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നിരന്തരമായിട്ട് ഈ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഇത്തരത്തിൽ അത് കഴിഞ്ഞും വിവാദങ്ങൾ കഴിഞ്ഞുമൊക്കെ രാഹുൽ പാലക്കാടിന്റെ മനസ്സിൽ, പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ എന്താണെന്ന് നമ്മൾ ഇങ്ങനെ ദൃശ്യങ്ങളിലൂടെ പുറത്തു വിടുമ്പോൾ അത് കാണുമ്പോൾ കുരുപൊട്ടുന്ന ഒരുപാടധികം ആളുകളുണ്ട്. ആ കുരുപൊട്ടലുകൾ കാണാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും. കാരണം രാഹുലിന്റെ ഭാഗം അത് ജനങ്ങൾ കാണണം, കേൾക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. പിന്നെ ഈ വേട്ടക്കാരെ, ഈ ശത്രുക്കളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഇപ്പോൾ ഈ ലോക്കൽ ബോഡി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്.
അവിടെ രാഹുൽ സജീവമായി ഒരു രാഹുൽ ഇമ്പാക്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് അനുകൂലമാകുന്ന രീതിയിലുള്ള ഇമ്പാക്ട് തന്നെയായിരിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഘടകങ്ങളാണ് ഇവരെ അലട്ടുന്നത്. ഒന്ന്, ഈ പറയുന്ന പാലക്കാട്ടെ നഗരസഭ, കണ്ണാടി അടങ്ങുന്ന CJP കൂട്ടുകെട്ടിന്റെ ഭരണത്തിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗമാകും എന്നുള്ളത് അലട്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി, ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രാഹുൽ പാർട്ടിയിലും വലിയ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവിന്റെ ഘടകമായിട്ട് രാഹുൽ മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് രാഹുലിനെതിരെ എടുത്തിരിക്കുന്ന സസ്പെൻഷൻ മാത്രമാണ്. ആ സസ്പെൻഷനും കൂടി പിൻവലിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന വേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി ആവുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, രാഹുൽ സജീവമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേട്ടയാടലുകൾക്കൊക്കെ തക്കതായ മറുപടികൾ രാഹുലിന്റെ കയ്യിൽ നിന്ന് വരും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. അപ്പോ ഇതൊന്നും സഹിക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് രാഹുലിനെ തിരിച്ചു വരാനുള്ള ഒരു വിധത്തിലും അയാളെ അനുവദിക്കരുത് എന്നുള്ള ഒരു ദുർവാശിയുടെ പുറത്ത് നടക്കുന്ന വ്യാജമായ പ്രചരണങ്ങളാണ് ഇപ്പോ രാഹുലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്.